ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? ചായ കുടിച്ചോ? അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെന്നൈ മെഗാ മോഹിനിയാട്ടം പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഷോർട്സിൽ കൂടിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാം എങ്ങനെ പോയി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പം കുളിച്ച് വന്നേ ഉള്ളൂ, അതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ മോർണിംഗ് തന്നെ നമ്മൾ ചായ കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. ഉടുപ്പിയിലാണ് വന്നേക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ ജസ്റ്റ് അടുത്ത് തന്നെയാണ് കേട്ടോ ഉടുപ്പി. അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം മാഷ് വന്നിട്ടൊരു 12 മണിയൊക്കെ ആയപ്പം മേക്കപ്പ് ചെയ്യാനുള്ള പ്രൊഡക്ട്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഏകദേശം 3:30ക്കാണ് നമുക്കവിടെ റിപ്പോർട്ടിംഗ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ അതിനുള്ള തുടക്കത്തിലാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഹെയർ ഡു ആണ് കേട്ടോ. അതിന് ശേഷം മേക്കപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മളുടെ മുടി വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്ത് വെട്ടി വെച്ചേക്കുന്നുണ്ട്. കെട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. കുഞ്ഞിലെ മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ മൊത്തം നാശകോശമായിട്ട് കിടക്കുകയാണേ. മുടി വെട്ടി തകർത്തേന് നല്ലവണ്ണം കേട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഒരു സ്ട്രെയിറ്റനിങ് ചെയ്തുകൊണ്ടാണ് ഉള്ള മുടി മൊത്തം പോയതെന്ന് പറഞ്ഞിട്ട് പിന്നെ കട്ടിങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ടൊമാഷ നല്ല ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കേൾക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ, കാര്യം നമ്മൾ ചെയ്തല്ലേ പറയുന്നത്. അപ്പം അതാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. Now starting makeup. Okay. അപ്പം മാഷ് അതിനുശേഷം മാഷ് കോമഡി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെയും ഇവിടെയും ഓരോന്ന് ദേഷ്യം പിടിപ്പിക്കുകയാണേ. അപ്പം അവിടെയും ഇവിടെയും കാളിയെ പോലെ മേക്കപ്പ് ചെയ്തെങ്ങനെ നോക്കിയാൽ ഇത് നിങ്ങൾ കരിങ്കാളിക്ക് മേക്കപ്പ് ചെയ്യുന്ന വിചാരിക്കും, പക്ഷെ അല്ല കേട്ടോ, മോഹിനിയാട്ടത്തിനാണ്. ദയവായിട്ട് കാണുക, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ ഇവിടെ അവിടെ ഒന്നും പറയുന്നില്ല മാത്രം, കാരണം ഇതൊരു കരിങ്കാളി മേക്കപ്പ് പോലെ ആദ്യം ചെയ്താൽ ഇതൊന്ന് നേരേക്ക് എടുക്കണ്ടേ, ലാസ്റ്റ് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. മാഷേട്ടൻ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്, അല്ലാണ്ട് ചീത്ത പറയുക ഇല്ലെങ്കിൽ വന്നിട്ട് നമ്മളെ വിഷമിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. മാഷേട്ടൻ്റെ ഏത് കുട്ടികൾക്കായാലും അറിയാം, മാഷേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുക. ഞാൻ ഏകദേശം മാഷിൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോണേ എൻ്റെ ഒരു 5ാമത്തെ വയസ്സിലാണ് കേട്ടോ. അപ്പോൾ ആ സമയം തൊട്ടേ എനിക്ക് മാഷിനെ അറിയാം. ഏകദേശം 30 വർഷമായിട്ടുള്ള ബന്ധമാണ് ഞാൻ മാഷുമായിട്ടുള്ളത് കേട്ടോ. അപ്പം സാധാരണ മാഷെ പോലെ കുട്ടികളെ വന്ന് അടിക്കുകയോ ചീത്ത പറയുക അങ്ങനത്തെ ഒരു ഇതൊന്നും മാഷിനില്ല. എപ്പോഴും ഇങ്ങനെ ഫണിയായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളെ കെയർ ചെയ്ത് കൊണ്ടുപോകണം. മാഷിൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും മാഷ അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്നേഹമായിട്ടാണ് എല്ലാം ചെയ്യുക, അല്ലാണ്ട് ദേഷ്യപ്പെടുക ഞങ്ങളെ കരയിപ്പിക്കുക അങ്ങനെയൊന്നും എപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ ഏകദേശം ഞാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് ഞാനുണ്ട് കേട്ടോ. 3:20 ആയി, 3:30ക്കാണ് നമുക്ക് റിപ്പോർട്ടിങ്. അപ്പം നമ്മൾ വെന്യൂക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പം നമുക്ക് വന്നിട്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരുമായിട്ടും ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. 250 ഡാൻസേഴ്സോളം നമ്മൾ ഒരുമിച്ചായിരുന്നു പെർഫോം ചെയ്തിരുന്നത്. ചെന്നൈ ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിന് ഗ്രൗണ്ടിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം മാർഗഴി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ മെഗാ മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പം ആശാൻ ആശ്രയം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഴ്സായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ മലയാളികളും തമിഴും എല്ലാം ചേർന്ന് ഏകദേശം ഒരു 250 പേരോളം നമ്മൾ പെർഫോം ചെയ്തിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ആദ്യം വന്നിട്ട് ഒരു 4 ലൈൻസായിട്ട് നമ്മളെ വന്നിട്ട് അവർ വന്നിട്ട് ആദ്യം വന്നിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഒരു 4 ലൈനായിട്ട് അതിന് ശേഷം ഒരു ഘോഷയാത്ര പോലെയാണ് നമ്മളെ വന്നിട്ട് ഗ്രൗണ്ടിലോട്ട് ലൈനപ്പ് ചെയ്തത്. അങ്ങനെയായിരുന്നു കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പലതരത്തിലുള്ള കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ടിങ് ആയിട്ട് ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവരുണ്ടായിരുന്നു, നല്ല സീനിയേഴ്സായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ കുറച്ച് ഒരു 10 വർഷമായിട്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേറ്റർ വന്നിട്ട് നമ്മളുടെ മലയാളം ഡയറക്ടറായിട്ടുള്ള സത്യനന്ദിക്കാടായിരുന്നു കേട്ടോ. അപ്പം സാറായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 250ഓളം മോഹിനിയാട്ടം ഡാൻസേഴ്സ് വന്നിട്ട് പെർഫോം ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇത്. ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളും അതേപോലെ കേരള സമാജവും കൂടിയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. ആശ്രയം ആശാൻ എന്നാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ പേര് വന്നിട്ട്. മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇത്. അപ്പം ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഗാ മോഹിനിയാട്ടം പ്രോഗ്രാമോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഘോഷത്തിന്റെ 3 രാവുകളെ സമ്പന്നമാക്കുവാൻ ഈ കൊടി ഇന്ന് വാനിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന കേരളത്തിന്റെ സാംസ്കാരിക അടിത്തറയ്ക്ക് ഭാഗമാകുന്ന തരത്തിലുള്ള അതിമനോഹരമായ ആ കൊടി ഇന്ന് നമ്മളുടെ വാനിൽ ഉയർന്നു കഴിഞ്ഞു. നമ്മളുടെ ആഘോഷ പരിപാടികളുടെ തുടക്കം ആയി കഴിഞ്ഞു. ചെറിയ കുട്ടികൾ മുതൽ 60-70 വയസ്സായ അമ്മമാർ വരെ അണിനിരന്ന ഒരു മെഗാ മോഹിനിയാട്ടമായിരുന്നു കേട്ടോ ഇത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കണ്ണിന് നല്ല കുളിർ നൽകുന്ന കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് വയസ്സായ ആൾക്കാർ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് മെമ്മറി വേണ്ടേ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷം. മെഗാ മോഹിനിയാട്ടത്തിൻ്റെ എക്സ്പീരിയൻസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.